ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് എന്ന് പറഞ്ഞു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കറണ്ട് അഫയേഴ്സ് റാപ്പിഡ് 15 ആണ് നോക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ ഈ സെഷനിൽ 15 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മാത്രം ഞാൻ പറയുന്ന ആൻസറുമായിട്ട് മാച്ച് ആക്കി നോക്കുക. ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2026 IPL ഫൈനൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരുന്നു? 2026 IPL കുറിച്ചാണ് ചോദ്യം. അതിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ ആൻസർ പറയാനായിട്ട് പോവാണ്. ഇപ്പൊ 2026 IPL ജേതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ RCB അഥവാ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആയിരുന്നു ജേതാക്കൾ, അല്ലെ? 2026 ജേതാക്കൾ. 2025 അവർ തന്നെയായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവില് ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് മാറിയത് വിരാട് കോഹ്ലിയാണ്. അപ്പൊ വിരാട് കോഹ്ലിയാണ് 2026 IPL മാൻ ഓഫ് ദി മാച്ച് ആയിട്ട്, ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോ RCB ആണ് കപ്പടിച്ചത്, അല്ലെ? 2025 26 തുടർച്ചയായിട്ട് രണ്ടാം തവണ. എമേർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈഭവ് സൂര്യവംശിയാണ്. വൈബ്രന്റ് ആയിട്ടുള്ള ചെറുക്കനാണ്, അല്ലെ? വൈഭവ് സൂര്യവംശി. അപ്പോ എമേർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഇനി സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസണും ആര് തന്നെയായിരുന്നു? വൈഭവ് സൂര്യവംശി തന്നെയായിരുന്നു. പിച്ച് ആൻഡ് ഗ്രൗണ്ട് അവാർഡ് ലഭിച്ചത് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാളിനാണ്. ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇത് നിങ്ങൾ നോക്കുക. ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയവർക്കുള്ള പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് കാഗിസോ റബാഡയ്ക്കാണ്. കാഗിസോ റബാഡ. അപ്പൊ കാഗിസോ റബാഡയ്ക്കാണ് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത്. കാഗിസോ റബാഡ. റൺസ്, ഏറ്റവും കൂടുതൽ റൺസ് നേടിയവർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് ആകട്ടെ അതും വൈഭവ് സൂര്യവംശിക്കാണ് ലഭിച്ചത്. 776 റൺസ് വൈഭവ് സൂര്യവംശി. സൂപ്പർ സിക്സസ് ഓഫ് ദി സീസൺ വൈഭവ് സൂര്യവംശിയാണ്. ക്യാച്ച് ഓഫ് ദി സീസൺ മനീഷ് പാണ്ഡെയാണ്. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് പഞ്ചാബ് കിങ്സിനാണ്. ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പഞ്ചാബ് കിങ്സിനാണ്. പഞ്ചാബ് കിങ്സിനാണ് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത്. അപ്പോ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദി സീസൺ ആയിരുന്നു ആരെന്ന് പറയുന്നത്? വൈഭവ് സൂര്യവംശി. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദി സീസൺ. മോസ്റ്റ് ഡോട്ട് ബോൾസ് ഓഫ് ദി സീസൺ മുഹമ്മദ് സിറാജ് ആണ്. മുഹമ്മദ് സിറാജ് ആണ് മോസ്റ്റ് ഡോട്ട് ബോൾസ് ഓഫ് ദി സീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഒന്ന്, ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് നമ്മുടെ വിരാട് കോഹ്ലി ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ വൈഭവ് സൂര്യവംശിയാണ്. പർപ്പിൾ ക്യാപ്പ് കാഗിസോ റബാഡയാണ്. ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ആൻസർ പറയാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. 2026 IPL കിരീട ജേതാക്കള് RCB ആണെങ്കിൽ ആരെ പരാജയപ്പെടുത്തിയാണ് RCB 2026 IPL കിരീട ജേതാക്കളായിട്ട് മാറിയത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആരെയാണ് പരാജയപ്പെടുത്തി കപ്പ് നേടിയത്? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. കെട്ടിട നിർമ്മാണ അനുമതികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള സിവിക് ട്വിൻ സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? അപ്പൊ ഈ സിവിക് ട്വിൻ എന്ന് പറയുന്നത് നമ്മൾ കെട്ടിട നിർമ്മാണം, നമ്മൾ സാധാരണ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയും, അല്ലെ? നമുക്ക് ബിൽഡിംഗ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് നൽകണം. സോ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് AI അധിഷ്ഠിത സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത്? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട്
AI അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ഈ സിവിക് ട്വിൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിൽ AI അധിഷ്ഠിതമായിട്ടുള്ള സിവിക് ട്വിൻ സംവിധാനം കൊണ്ടുവന്നത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ആയിട്ടൊരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകം എടുത്ത് പഠിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഈ കുബേർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം റീസെന്റ് ആയിട്ട് താഴെ പറയുന്ന നമ്മുടെ ഒരു അതോറിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഏത് സ്ഥാപനമാണ് ഈ കുബേർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അവിടെ നമുക്ക് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തന്നിട്ടുണ്ട്, നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, നബാർഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4 ഏത് സ്ഥാപനമായിരിക്കും ഈ കുബേർ കൊണ്ടുവന്നത്? അഫ്കോഴ്സ് നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ആണ് ഈ കുബേർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കടപ്പത്രങ്ങൾ ഉണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഈ കടപ്പത്രങ്ങൾ സാധാരണ ലേലം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓൺലൈനായിട്ട് ലേലം ചെയ്യുന്നതിനായിട്ട് RBI ആണ് അത് എന്ത് ചെയ്യുന്നത്, ഇടനിലക്കാരനായിട്ട് നിന്ന് ആ ലേലം ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന കടപ്പത്രങ്ങള് ലേലം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്, ഈ കുബേർ എന്ന് പറയുന്നത്. ഈ കുബേർ അപ്പൊ നമുക്ക് ഈ RBI കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് RBI കൊണ്ടുവന്ന ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു കോർ ബാങ്കിങ് സൊല്യൂഷൻ ആയിട്ട് RBI കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ കുബേർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലെ. അപ്പൊ നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള ഓപ്ഷൻസിന് വേണ്ടിയിട്ട് അത് സർക്കാരിന്റെ കടപ്പത്രങ്ങളാണ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. സോ അത് ലേലം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആക്ച്വലി ഇത് 2012 ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷെ നമുക്കിത് റീസെന്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് വീണ്ടും എന്ത് ചെയ്തത്, നമ്മൾ ഒന്നുകൂടി എടുത്തൊന്ന് പഠിക്കുന്നത്. ഓക്കെ, 2012 കൊണ്ടുവന്നതാണ്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോ ഓൺലൈൻ ആക്സസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ കുബേർ എന്ന് പറയുന്നത്. അപ്പൊ RBI ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 4ാമത്തത്, 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാൻഡ് സ്ലാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത് അല്ലെ. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവിനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ച് ഞാൻ ആൻസർ പറയുവാണ്. പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരായിരുന്നു? അത് നമ്മുടെ അലക്സാണ്ടർ സൊരേവ് ആയിരുന്നു. ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവ് ആയിരുന്നു 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് എന്ന് പറഞ്ഞു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ സ്വരേവ് ആണ്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ആണ്. ഫൈനലില് ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോലിയാണ് അലക്സാണ്ടർ സ്വരേവ് എന്ത് ചെയ്തത്, പരാജയപ്പെടുത്തിയത്. സോ ഇവിടെ 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതിന്റെ കൂടെ വനിതാ സിംഗിൾസും കൂടി നോക്കി വെക്കണം. അപ്പൊ വനിതാ സിംഗിൾസ് നേടിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മിറ ആൻഡ്രേവ ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കോഡൊക്കെ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. മീരയുടെ ഫ്രഞ്ച് ലെഗ് സോപ്പ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? കോഡ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മുടെ മീരയുടെ ഫ്രഞ്ച്
ലെക്സ്, ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ലെക്സ് സോപ്പ് എന്ന് പഠിച്ചാലും മതി. ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ചോ എങ്ങനെയാണല്ലോ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ മീരയുടെ ലെക്സ് സോപ്പ് എന്ന് പഠിച്ചാലും മതി. മീരയുടെ ലെക്സ് സോപ്പ് അല്ലെ, ലെക്സ് സോപ്പ്. അപ്പൊ ലെക്സ് എന്ന് പറയുന്നത് അലക്സ്, അലക്സാണ്ടർ. മീര എന്ന് പറയുമ്പോൾ മിറ ആൻഡ്രേവ, മിറ ആൻഡ്രേവയാണ് ഞാൻ മീരയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് മീരയുടെ ലെക്സ് അല്ലെ, മീരയുടെ ലെക്സ്. അപ്പൊ മീരയുടെ ലെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മീറ ആൻഡ്രേവ, മിറ ആൻഡ്രേവ. ലെക്സ് എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ നമുക്ക് കോഡ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഈ ഗ്രാൻഡ് സ്ലാമുകളൊക്കെ ഓർത്തിരിക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് കോഡ് വെച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിറ ആൻഡ്രേവ എന്ന് പറയുന്ന റഷ്യക്കാരിയാണ്, അലക്സാണ്ടർ സ്വരേവ് എന്ന് പറയുന്ന ജർമ്മൻ താരമാണ് എന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസും വനിതാ സിംഗിൾസും 2026 പഠിച്ചല്ലോ. 2025 പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ. 5ാമത്തെ ചോദ്യം. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അപ്പൊ ചെസ് ചാമ്പ്യൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്ക് പ്രത്യേകം വെയിറ്റേജ് ഉള്ള, ഇന്ത്യക്ക് കുറച്ചുകൂടി മുൻതൂക്കമുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്ന ചെസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റീസെന്റ് ആയിട്ട് നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ഇന്ത്യക്കാരൻ ജേതാവായി ആരാണെന്നാണ് ചോദ്യം. ആൻസർ പ്രജ്ഞാനന്ദയാണ്. ഓക്കെ, നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ 2026 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് എന്നുകൂടി പഠിച്ചു വെക്കുക. ചെസ്സിൽ നമുക്ക് ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th one. സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, മലയാളത്തിന്റെ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള കൊമേഡിയൻ ആയിരുന്ന നടനാണ് സലീം കുമാർ അല്ലെ. 2026 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രം ഏതാണ്? യെസ്, ആദാമിന്റെ മകൻ അബു. ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ്. നമുക്ക് നോക്കാം. 2026 ജൂൺ 6 മലയാള സിനിമയുടെ കൊമേഡിയൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ മലയാള സിനിമ കൊമേഡിയൻ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ഒരു മികച്ച നടന് കൂടിയാണ്. നമ്മളിപ്പോ പറഞ്ഞത് തന്നെ എന്താണ്, അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. അപ്പൊ അദ്ദേഹത്തെ കൊമേഡിയൻ ആക്കി മാത്രം ഒതുക്കി നിർത്തുന്നത് ശരിയല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 2026 ജൂൺ 6 അന്തരിച്ച മലയാള സിനിമാ നടനാണ് സലീം കുമാർ എന്ന് പറയുന്നത്. 2026 ജൂൺ 6 അന്തരിച്ച മലയാള സിനിമാ നടനാണ് ആര്? സലീം കുമാർ എന്ന് പറയുന്നത്. 1969 ഒക്ടോബർ 10 അദ്ദേഹം എന്ത് ചെയ്തത്? ജനിച്ചത്. 1969 ഒക്ടോബർ 10 അദ്ദേഹം എന്ത് ചെയ്തത്? ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നോക്കുവാണെങ്കിൽ 2010 അദ്ദേഹത്തിന് ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയാണ്. ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കും. തീർന്നിട്ടില്ല. പിന്നീട് 2010 തന്നെ ഇതേ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സലീം കുമാറിന് ലഭിക്കുന്നുണ്ട്. 2005 അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുന്ന ചിത്രത്തില് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീം കുമാറിന് ലഭിക്കുവാണ്. അതിനുശേഷം 2017 ഇദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് കറുത്ത ജൂതൻ എന്ന് പറയുന്നത്. ഈ കറുത്ത ജൂതൻ എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും സലീം കുമാറിന് ലഭിക്കുകയാണ്. മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും സലീം കുമാറിന് ലഭിക്കുകയാണ്. ഇനി ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഒന്ന് കറുത്ത ജൂതൻ, 2 ദൈവമേ കൈത്തൊഴാം, കെ കുമാർ ആകണം എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹം സംവിധാനം ചെയ്തതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറയുന്ന പുസ്തകം. സലീം കുമാറിന്റെ പുസ്തകമാണ് കേട്ടോ, ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ജൂൺ 6 2026 ജൂൺ 6 മലയാളത്തിന്റെ പ്രിയ നടൻ സലീം കുമാർ വിട പറഞ്ഞത്. അപ്പോ ഇദ്ദേഹത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയ്ക്ക്, ആ സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം സലീം കുമാറിന് ലഭിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം.
പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? യോഗാസന ചാമ്പ്യൻഷിപ്പ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ജൂൺ മാസത്തിലാണ് നമ്മൾ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. അപ്പോ യോഗ ഫോർ ഹെൽത്തി ഏജ് എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ നമ്മുടെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 നടന്നു. അത് എവിടെ വെച്ചാണ് നടന്നത്? ഈ ഒരു യോഗാസന ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ആയിരുന്നു വേദി എന്ന് പറയുന്നത്. എവിടെയായിരുന്നു വേദി? അഹമ്മദാബാദ്. 2030 നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നാടാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റേഷനാണ് മുംബൈ അഹമ്മദാബാദ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ വരുന്നത് കൊണ്ട് ഒരു അഹമ്മദിയുള്ള നാടാണെന്നങ്ങ് പഠിച്ചു വെക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോഡ് വെച്ച് അല്ലെ. അഹമ്മദിയുള്ള നാടാണ് കോമൺവെൽത്ത് അല്ലെ. കോമൺവെൽത്ത് നടക്കുന്ന സിറ്റി എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ. 2030 കോമൺവെൽത്ത് നടക്കുന്ന അഹമ്മദാബാദിൽ വെച്ച്. പിന്നീട് ഞാൻ പറഞ്ഞു അഹമ്മദാബാദിലാണ് നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ അല്ലെ. നമ്മുടെ ഹൈ സ്പീഡ് റെയിൽ സംവിധാനമാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ആദ്യത്തെ സ്റ്റേഷനാണ് മുംബൈ അഹമ്മദാബാദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫിസിക്കൽ എക്സസൈസ് പോലുള്ള ഒരു സാധനം, മെന്റലി ഫിസിക്കലി നമ്മളെ ഒന്ന് ഇതാക്കി വെക്കുന്ന ഒരു സാധനമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ യോഗാസന ചാമ്പ്യൻഷിപ്പ് അഹമ്മദാബാദിൽ വെച്ച് ഇന്ത്യയാണ് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. 8ാമത്തെ ചോദ്യം, ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ 2025 ശിശു സൗഹൃദ പഞ്ചായത്ത് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ഒരു പഞ്ചായത്തിന് 3ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഡ് വെച്ച് പഠിച്ച കാര്യമാണ്. നമ്മുടെ ഈ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തെ കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മികച്ച പഞ്ചായത്തുകൾക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം എന്ന് പറയുന്നത്. അതിൽ ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് കേരളത്തിൽ നിന്നൊരു പഞ്ചായത്തിന് 3ാം സ്ഥാനം ലഭിച്ചുവെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് പഞ്ചായത്താണ്? ഒറ്റൂർ പഞ്ചായത്ത് അല്ലെ. അന്നേരം ഞാൻ നിങ്ങൾക്ക് കോഡ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്കുള്ള കുട്ടികൾക്ക്, ഒറ്റയ്ക്കുള്ള ശിശുക്കൾക്കാണ് നമ്മൾ സൗഹൃദം കൊടുക്കേണ്ടത് അല്ലെ. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിരണം പഞ്ചായത്തിന് അവിടെ പുരസ്കാരം ലഭിച്ചു. ഞാൻ പറഞ്ഞു മരണം കുറച്ച പഞ്ചായത്ത് നിരണം പഞ്ചായത്ത് എന്ന് പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് പല കോഡുകൾ വെച്ച് കേരളത്തിന് ലഭിക്കുന്ന ദേശീയ പുരസ്കാരങ്ങൾ, കേരള പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന ദേശീയ പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ തിരുവനന്തപുരം ഒറ്റൂർ പഞ്ചായത്തിനാണ് ശിശു സൗഹൃദ പഞ്ചായത്ത് വിഭാഗത്തിൽ 3ാം സ്ഥാനം ലഭിച്ചത്. ഒന്നാം സ്ഥാനം ഇദ്ഗാവ് ഗ്രാമപഞ്ചായത്ത്, മഹാരാഷ്ട്രയിലെ ഇദ്ഗാവ് ഗ്രാമപഞ്ചായത്തിനും 2ാം സ്ഥാനം നമ്മുടെ കർണാടകയിലെ ഹാലനായകനഹള്ളി ഗ്രാമപഞ്ചായത്തും. പറയാൻ നമുക്ക് കുറച്ച് പാടാണ്, പക്ഷെ ഹള്ളിയൊക്കെ അങ്ങ് ചേർത്ത് പറഞ്ഞാൽ നമ്മുടെ തേന്മാവൻ കൊമ്പത്തെ സിനിമയിൽ മോഹൻലാൽ പറയും പോലെ എല്ലാത്തിന്റെ കൂടെ ഒരു വള്ളി അങ്ങ് ചേർത്താമെന്ന് പറയും പോലെ ഒരു ഹള്ളി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കർണാടകയാവും അല്ലെ. ഹാലനായകനഹള്ളി ഗ്രാമപഞ്ചായത്തിന് 2ാം സ്ഥാനവും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്തത് 9ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ റോഡ് ടണൽ ഏതാണ്? അപ്പൊ ബൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിലും കൂടെയും വണ്ടിക്ക് പോകാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു ടണലാണ് ഈ ഇപ്പൊ നമ്മൾ ആൻസർ ആയിട്ട് പറയാൻ പോകുന്ന ടണൽ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ടണലിന്റെ പേര്? അപ്പൊ നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ആൻസർ സോജില ടണലാണ്. അപ്പൊ സോജില ടണലിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ലെങ്തിയസ്റ്റ് സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ റോഡ് ടണലാണ്. ബൈ ഡയറക്ഷണൽ, 2 സൈഡിലേക്കും വണ്ടികൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ടണലാണ് സോജില ടണൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഏകദേശം 11,578 അടി ഉയരത്തിൽ. മക്കളെ, ഇതിലൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കണം. ടണലുകള്, റോഡുകള്, പാലങ്ങള്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. സോ 11,578 അടി ഉയരത്തില് ആലോചിച്ച് നോക്കണം. നമുക്ക് 11,578 അടി ഉയരം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ഉയരമാണ് അല്ലെ. അപ്പോ സോജില ടണൽ, അപ്പോ അത്രയും ഉയരത്തിലാണ് ഈ ഒരു ടണൽ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. 13.15
13.15 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത്. ഇനി ഇത് കണക്ട് ചെയ്യുന്ന നമുക്ക് നോക്കാം. നമ്മുടെ സോനാമാർഗ് നമ്മുടെ ജമ്മു കാശ്മീരിലെ സോനാമാർഗിനെ നമ്മുടെ ലഡാക്കിലുള്ള മീനാമാർഗുമായിട്ട് കണക്ട് ചെയ്യുന്നു. ജമ്മു കാശ്മീരിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പഠിച്ചിരുന്നാലും മതി കേട്ടോ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ സോനയെ മീനയുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോനയെ മീനയുമായിട്ട് പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലെ. സോനയെ മീനയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ സോജില എന്ന് പറയുന്നത്. സോനയെ മീനയായിട്ട് കണക്ട് ചെയ്യുന്നത് സോജിലയാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ 2026 ജൂൺ മാസത്തിലൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ആക്കി തീർത്ത് ഇതിനൊരു എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ 2028 കൂടിയായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷണൽ ആയിട്ട് മാറുന്നത് കേട്ടോ. ഇതിനകത്ത് കൂടെ വണ്ടിക്ക് പോകാനായിട്ട് സാധിക്കുന്നതൊക്കെ ഏകദേശം നമ്മുടെ 2028 ഒക്കെ ആകും. ഇനി ഇത് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ 1 എന്നും കൂടി ഓർത്തു വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് അത് ചോദിക്കും, ഏത് ദേശീയ പാതയിലാണ് ഈ സോജില ടണൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ 1 ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കുക. മനസ്സിലായോ? നമ്മുടെ ദേശീയപാത 1 ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പണിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ആരാണ്? NHIDCL ആണ്. ഓർത്തു വെക്കുക, ചിലപ്പോൾ അത് ചോദിക്കും. ഈ സോജില ടണലിന്റെ നിർമ്മാണവും ഒക്കെ എക്സിക്യൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ പണിയൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ റോഡ് ടണലാണ് ഏത്? സോജില ടണൽ എന്ന് പറയുന്നത് 13.15 കിലോമീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 11,578 അടി ഉയരത്തില് സോനാമാർഗിനെയും മീനാമാർഗിനെയും കണക്ട് ചെയ്യുന്ന ടണലാണ് സോജില ടണൽ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെ. നമ്മുടെ കേരളത്തില് പുതുതായിട്ട് ഒരു സെൻട്രൽ ജയിലും കൂടി വരാൻ പോവുകയാണ്. പുതുതായിട്ട് ഒരു സെൻട്രൽ ജയിലും കൂടി. എവിടെയാണ് ആ സെൻട്രൽ ജയിൽ വരാൻ പോകുന്നത്? എവിടെയാണ്? യെസ്, നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൊല്ലത്ത് കുണ്ടറയിലാണ് കേരളത്തിലെ 5ാമത്തെ സെൻട്രൽ ജയിൽ. കേരളത്തിലെ 5ാമത്തെ സെൻട്രൽ ജയില് കൊല്ലം കുണ്ടറയിലാണ് വരാൻ പോകുന്നത്. നിലവിൽ നമുക്ക് പൂജപ്പുരയുണ്ട്, വിയ്യൂരുണ്ട്, തവനൂര്, കണ്ണൂർ, ഇത്രയും 4 സ്ഥലങ്ങളിലാണ് നമുക്ക് സെൻട്രൽ ജയിലുകൾ ഉള്ളത്. അപ്പൊ അവിടെ 5ാമതൊരു സെൻട്രൽ ജയിൽ കൂടി വരാൻ പോവാണ്. കൊല്ലം കുണ്ടറയില് 5ാമതൊരു സെൻട്രൽ ജയിൽ കൂടി വരാൻ പോവാണ്. അപ്പൊ കേരളത്തില് പുതുതായിട്ട് സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊല്ലം കുണ്ടറയിലാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം. ഇറാൻ US സമാധാന കരാറിന്റെ ഔദ്യോഗിക ഒപ്പുവെക്കൽ ചടങ്ങില് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ച രാജ്യം, ഹോസ്റ്റ് അഥവാ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ച രാജ്യം എന്നാണ് ചോദ്യം. ആക്ച്വലി പ്രസക്തമല്ലാത്ത ഒരു കരാറായിരുന്നു ഇറാൻ US സമാധാന കരാർ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്ന് ഒപ്പുവെച്ചുവെങ്കിലും ഇതിന് വലിയ വാലിഡിറ്റി ഒന്നും ഇല്ലായിരുന്നു. കാരണം വീണ്ടും 2 രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമൊക്കെ പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒപ്പുവെച്ച സ്ഥിതിക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിന്നത് ആരാണ്? യെസ്, നമ്മുടെ സ്വന്തം അയൽക്കാരൻ പാകിസ്ഥാനാണ്. അപ്പൊ 2026 ജൂൺ 19 ഇറാൻ US സമാധാന കരാർ ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുന്നത്. 2026 ജൂൺ 19 ഇറാൻ US സമാധാന കരാർ ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുന്നത്. അപ്പൊ യുഎസിന്റെ സൈഡിൽ നിന്ന് വേറെ ആരും വരില്ല, നിങ്ങൾക്കറിയാം, ട്രംപ് തന്നെയാണ് ഒപ്പുവെച്ചത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ പാർലമെന്റ് സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് ബഗീൽ ഖാലിബാഫാണ് ഈ രേഖയിൽ ഒപ്പുവെച്ചത്. അതായത് നമ്മുടെ ഈ സമാധാന കരാറില് മുഹമ്മദ് ബഗീൽ ഖാലിബാഫാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒപ്പുവെച്ചത്. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു 14 ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 14 ഇന ധാരണാ പത്രമാണ് ഈ ഒരു കരാറിലൂടെ എന്ത് ചെയ്തത്, മുന്നോട്ട് വെച്ചത് ഇറാന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? ഹോർമൂസ് തുറന്നു കൊടുക്കുക. ബിക്കോസ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാതെ നമ്മുടെ ലോകത്തുള്ള പല വാണിജ്യ വ്യവസായങ്ങളും മുന്നോട്ട് പോകില്ല എന്ന സ്ഥിതി ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമാധാന കരാറിന്റെ പ്രസക്തി തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജൂൺ 19 ജനീവയിലാണ് കരാറ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ പാകിസ്ഥാനാണ് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്. ഈ ഇറാൻ US കരാറില് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത് ആരാണ്? പാകിസ്ഥാനാണ് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്. അപ്പൊ 2026 ജൂൺ 19 ഇറാൻ US സമാധാന കരാർ ഔദ്യോഗികമായിട്ട് ജനീവയിൽ വെച്ചിട്ട്
ഒപ്പുവെക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പാകിസ്ഥാനാണ് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം. 2026 ജൂണിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു സമർപ്പിച്ച തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് യുദ്ധക്കപ്പലുകളൊക്കെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പലുകളാണെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. അപ്പൊ ആ 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ആൻസേഴ്സ് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? INS ദുണഗിരി ഉണ്ട്, INS ദുണഗിരി, INS സംശോധക, INS അഗ്രൈ. ഈ 3 കപ്പലുകളാണ് INS ദുണഗിരി, INS സംശോധക, INS അഗ്രൈ. ഈ 3 കപ്പലുകളാണ് 2026 ജൂണിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ദുണഗിരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്ന ഒരു പേരാണ് പ്രോജക്ട് 17 എന്ന് പറയുന്നത്. അപ്പൊ പ്രോജക്ട് 17 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ 7 കപ്പലുകൾ നിർമ്മിക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റത്തെ കപ്പലായിരുന്നു INS നീലഗിരി എന്ന് പറയുന്നത് അല്ലെ. നീലഗിരി, ഹിമഗിരി, ഉദയഗിരി, ദുണഗിരി, താരഗിരി, വിന്ധ്യഗിരി, ഹിമഗിരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ പ്രോജക്ട് 17 കീഴിൽ വരുന്ന കപ്പലുകളെല്ലാം നമ്മൾ നീലഗിരി ക്ലാസ് കപ്പലുകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലും അല്ലെ. അപ്പൊ അതിനകത്തുള്ള ഈ പ്രോജക്ട് 17 ഭാഗമായിട്ടുള്ള 5ാമത്തെ കപ്പലാണ് INS ദുണഗിരി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ INS സംശോധകം, INS അഗ്രേ എന്ന് പറയുന്നത് മറ്റു 2 യുദ്ധക്കപ്പലുകൾ 17 ഭാഗമല്ല, വേറെ 2 യുദ്ധക്കപ്പലുകളാണ്. കൊൽക്കത്തയിലെ ഗാർഡൻഡി ഷിപ്പ് ബിൽഡേഴ്സ് ആണ് സംശോധകം INS അഗ്രയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രോജക്ട് 17 ഭാഗമായിട്ടുള്ള യുദ്ധക്കപ്പലാണ് ദുണഗിരി, INS ദുണഗിരി എന്ന് പറയുന്ന കപ്പല്. ഓക്കെ, അപ്പൊ ഈ 3 കപ്പലുകളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തത്, രാജ്യത്തിന് സമർപ്പിച്ചത്. 13ാമത്തെ ചോദ്യം. ലഡാക്കിലെ ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന സംഘടന ഏത്? നിങ്ങൾക്കറിയാം, നമുക്ക് സ്നോ ലെപ്പേർഡുകളെ കണക്കൊക്കെ എടുത്ത സമയത്ത് റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ എത്ര സ്നോ ലെപ്പേർഡുകൾ ഉണ്ട്? സ്നോ ലെപ്പേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ കൺസർവേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മാർജാര കുടുംബത്തിൽപ്പെട്ട ഒരു വന്യമൃഗമാണ് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത് അല്ലെ, ഹിമപ്പുലി. അപ്പോൾ ഈ ഹിമപ്പുലികളെയും നമ്മൾ സംരക്ഷിക്കാനായിട്ടുള്ള ആ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഒരു സംഘടന നിലവിൽ വന്നു. ലഡാക്കിലാണ് ഹിമപ്പുലികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ സംഘടനയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാൻ കൺസർവേഷൻ സൊസൈറ്റി എന്നുള്ളതാണ്. ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. സ്നോ ലെപ്പേർഡ് ആൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് നേച്ചർ എന്നാണ് ആ ഷാനിന്റെ, അതിനെ ചുരുക്കിയാണ് ഷാൻ ആക്കി മാറ്റിക്കുന്നത്. സ്നോ ലെപ്പേർഡ് ആൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് നേച്ചർ, മനസ്സിലായ? അതാണ് ഷാൻ. സ്നോ ലെപ്പേർഡ് ആൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് നേച്ചർ, ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. ഇപ്പൊ ലഡാക്കിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള നമ്മുടെ വിനയ് കുമാർ സക്സേനയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാൻ കൺസർവേഷൻ സൊസൈറ്റി എന്തിനു വേണ്ടി കൊണ്ടുവന്നാണെന്ന് ചോദിച്ചാൽ ഹിമപ്പുലികളുടെ സംരക്ഷണാർത്ഥം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യമാണ്. റീസെന്റ് ആയിട്ട് വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭൂകമ്പത്തിൽ തകർന്ന ഈ വെനസ്വേലയ്ക്ക് അടിയന്തരമായിട്ടുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച ഒരു പ്രത്യേക ദൗത്യമുണ്ട്. ഈ ദൗത്യത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പോ വെനസ്വേലയ്ക്ക് അടിയന്തര മാനുഷിക സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച പ്രത്യേക ദൗത്യമാണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന് പറയുന്നത് സ്പാനിഷ് ഭാഷയിൽ സൗഹൃദം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. സ്പാനിഷ് ഭാഷയിൽ സൗഹൃദം എന്നർത്ഥം വരുന്ന വാക്കാണ് അമിസ്റ്റാഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലായിട്ടാണ് മരുന്നുകളും അവശ്യ വസ്തുക്കളും ഒക്കെ വെനസ്വേലയ്ക്ക് എത്തിച്ചു നൽകിയത്. അവിടെ ഇന്ത്യക്ക് ഒരു പോർട്ടബിൾ ഹോസ്പിറ്റൽ സംവിധാനമുണ്ട്. നമ്മൾ മുന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭീഷ്മ ക്യൂബുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ. അതായത് ഈ ഇത്തരത്തില് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൽ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് പകരം അവിടെ തന്നെ പോർട്ടബിൾ രീതിയിൽ ഈ ക്യൂബുകൾ പോലുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ച് ഈ ആളുകൾക്ക് ഈ ട്രീറ്റ്മെന്റ് നൽകാൻ
നൽകാനായിട്ട്, അടിയന്തരമായിട്ട് ചികിത്സ നൽകാനായിട്ടുള്ള സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭീഷ്മ ക്യൂബുകൾ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പോർട്ടബിൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്നാണ് അതിന് അർത്ഥം വരുന്നത്, ഭീഷ്മ ക്യൂബുകൾ. അപ്പൊ ഈ ഭീഷ്മ മൊബൈൽ ആശുപത്രികളും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായിട്ട് വെനസ്വേലയ്ക്ക് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അപ്പൊ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ഇന്ത്യ എവിടെയാണ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയിലാണ്. വെനസ്വേല. അമിസ്റ്റാഡ് എവിടെയാണ് നടത്തിയത്? വെനസ്വേല. അപ്പൊ അമിസ്റ്റാഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അർത്ഥം വരുന്നത് അമിസ്റ്റാഡ് കേട്ടോ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. വെള്ളത്തിനടിയിൽ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക ഏത് ബീച്ചിലാണ് സ്ഥാപിച്ചത്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആൻഡമാനിലാണ് വെള്ളത്തിനടിയിൽ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക, അല്ലെ? അത് ഏത് ബീച്ചിലാണ് സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം. അപ്പോ ആൻസർ വരുന്നത് നമ്മുടെ സ്വരാജ് ദ്വീപില് രാധാനഗർ ബീച്ചില്. ആൻഡമാൻ നിക്കോബാറില് സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിലാണ് ഈ ഒരു ചരിത്ര നേട്ടം, വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയത്. ഏകദേശം 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ത്രിവർണ പതാകയാണ് കടലിനടിയിൽ നിവർത്തിയത്. 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും. അപ്പോൾ ആൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർ DK ജോഷി, ചീഫ് സെക്രട്ടറി ചന്ദ്രഭൂഷൺ കുമാർ, ഇവരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലോകത്തില് ഏറ്റവും വലിയ ദേശീയ പതാക വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചത് ആൻഡമാൻ നിക്കോബാറില് രാധാനഗർ ബീച്ച്, സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിലാണ് ഈ ചരിത്ര നേട്ടം പിറന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ 15ാമത്തെ ചോദ്യവും കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനി പറയേണ്ടത് 15ല് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ? നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമായെങ്കിൽ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് റാപ്പിഡ് 15 ചലഞ്ച് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. നമുക്കിനി ഇതുപോലുള്ള പുതിയ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.